ഇത് നമ്മുടെ വീട്ടിൽ പുതുതായിട്ട് വാങ്ങിച്ച് നട്ടൊരു മൽബറിയാണ്. പുതുതായിട്ടെന്ന് പറഞ്ഞാൽ 1 വർഷമായി വാങ്ങിച്ച് നട്ടിട്ട്. ഇതിൻ്റെ ഒരു കൊമ്പ് ഉണങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. അതങ്ങ് മുറിച്ച് മാറ്റി കുറച്ച് കഴിഞ്ഞപ്പോൾ അതിനകത്ത് കായ്കൾ വന്ന് നിൽക്കുന്നു. ചെറുതാണ്, അതിൻ്റെ തണ്ടിന് വലിപ്പം കൂടിയിട്ടൊന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ കായ്കൾ ഇപ്പോൾ ചുവപ്പ് നിറമാവുമെന്ന് കരുതി ഞങ്ങൾ കാത്തിരിക്കുകയായിരുന്നു. കുറേ നാൾ കഴിഞ്ഞിട്ടും അതിന് ചുവപ്പ് നിറമൊന്നും ആവുന്നില്ല. ഇങ്ങനെ അതിൻ്റെ നിറം മാറിയ ഒരെണ്ണം തൊട്ട് നോക്കി, ഒരു പച്ച കളർ മാറി ലൈറ്റ് മഞ്ഞയിലോട്ട് വന്ന ഒരെണ്ണം തൊട്ട് നോക്കിയ പാടെ അതിഞ്ഞ് കൊഴിഞ്ഞു വന്ന് വീണു. അതെടുത്ത് കഴിച്ച് നോക്കിയപ്പോൾ നല്ല മധുരം. സാധാരണ നമ്മൾ മൽബറി കഴിക്കുമ്പോൾ ഒരു പുളിപ്പും മധുരമൊക്കെ ചേർന്ന മിക്സായിട്ടുള്ള രുചിയല്ലേ, പക്ഷേ ഇതിന് വെറും മധുരം മാത്രം. കൊള്ളാം, ടേസ്റ്റൊക്കെ കൊള്ളാം, ഒരു വെറൈറ്റി ഉണ്ട്. അപ്പോൾ ഞാനിത് വീഡിയോസൊക്കെ നോക്കിയപ്പോഴാണ് അറിയുന്നത് ഇത് പാകിസ്ഥാൻ മൽബറിയാണെന്ന്. അങ്ങനെ നമ്മൾ പുറത്തൊക്കെ ചാടുന്ന സമയത്ത് ഇദ്ദേഹം നമ്മളെ കൂടെ ഉണ്ടാവും. ഇത് നമ്മുടെ സുന്ദരി പൂച്ചയാണ്, നല്ല രസമാണ്. ഇപ്പോൾ ഒരു വിഷമത്തിൽ നിന്നൊക്കെ ആൾ കരകയറി വരുന്നതേ ഉള്ളൂ. 4 കുഞ്ഞുങ്ങളുണ്ടായിരുന്നു, നല്ല കുഞ്ഞുങ്ങളായിരുന്നു, നല്ല ഭംഗിയുള്ള 4 കുഞ്ഞുങ്ങളായിരുന്നു. എന്ത് പറ്റിയെന്ന് അറിഞ്ഞില്ല, ഓരോ ദിവസവും ഓരോ കുഞ്ഞുങ്ങളെ അങ്ങ് കാണാതാവും. ഇതിപ്പോൾ ഇങ്ങനെ പുറത്തൊക്കെ കളിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്തോട്ടൊന്നും വരില്ല, തൊടാനൊന്നും വന്ന് നിന്ന് തരില്ല. കുനിഞ്ഞ് തൊടാൻ, കൈ കൊണ്ട് തൊടാൻ ഒരുങ്ങി അപ്പോഴേ ഓടിക്കളയും. അപ്പോൾ അത്ര അടുപ്പമില്ല, വീട്ടിനടുത്ത് വന്ന് ഭക്ഷണത്തിനൊക്കെ വേണ്ടി വരും. അങ്ങനെയായിരുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ കുഞ്ഞുങ്ങളെയും നമുക്കൊന്നും ചെയ്യാനും പറ്റില്ല. അപ്പോൾ എന്തായാലും എല്ലാ കുഞ്ഞുങ്ങളും നഷ്ടപ്പെട്ടു പോയി. അവസാനത്തെ കുഞ്ഞ് നഷ്ടപ്പെട്ടു പോയപ്പോൾ ഇവൾ ഭയങ്കര വിഷമത്തിലായിരുന്നു. കരഞ്ഞ് വിളിച്ച് എല്ലായിടവും ഓടി നടക്കുന്നുണ്ടായിരുന്നു, എല്ലായിടവും നോക്കുന്നുണ്ടായിരുന്നു. എല്ലായിടവും നമ്മൾ കൂടി നോക്കി, പക്ഷേ എങ്ങൊന്നും അതിനെ കിട്ടിയില്ല. അപ്പോൾ നിങ്ങളുടെയൊക്കെ വീട്ടിൽ ഈ മൽബറി ഉണ്ടോ? ഇത് പാകിസ്ഥാൻ മൽബറി തന്നെയാണോ? എല്ലാവരും കമൻറ്റ് ചെയ്യണേ.